എല്ലാം കുമാരന്റെയാ? ഇതിലൊന്ന് നമ്മുടെ തോണിയാ. അത് മാത്രം അയച്ചെടുക്ക്. കണ്ടു വരട്ടെ, അതെന്നെ അറിയാന്നേ. വാ വാ. ഒരു ബോട്ടിൽ പണി കിട്ടണമെന്നാ എന്റെ മോഹം. കരുണേട്ടൻ കാശുണ്ടാവുമ്പോ ലോറി എടുക്കണ്ട, ബോട്ട് മതി. എനിക്ക് കാശ് വീണ് കിട്ടാൻ പോണുണ്ട്. ചിലക്കാണ്ട് പോടാവണം. കണ്ണൂർ ജയിലില് ആളെ തൂക്കിക്കൊല്ലോ കരുണേട്ട. ഞാനുള്ള 5 കൊല്ലത്തിനിടയ്ക്ക് 3 ആള് പോയി, അത്രേ ഉള്ളൂ. തൂക്കണേന്റെ തലേന്ന് ചോദിക്കണതൊക്കെ കൊടുക്കുന്ന് പറയുന്നുണ്ട്, നേരാ? എന്തോ ജീവൻ വിട്ടു തരണമെന്ന് പറഞ്ഞാൽ കിട്ടില്ലല്ലോ. കുറെ ഇറച്ചിയും മീനും സീർത്തും കിട്ടിയിട്ട് പിന്നെ എന്താടാ കാര്യം? ഞാൻ പോണ കാലത്ത് ഹോട്ടലിൽ പണിക്കുന്നിരുന്ന ഒരു അമ്മാവനുണ്ടായിരുന്നല്ലോ എനക്ക്, എറണാകുളത്ത്. അയാള് പോയി, സർക്കാർ പണി കിട്ടി. ഏതോ ടി വിയിൽ കുക്കാണെന്ന് ആരോ പറഞ്ഞു. 10 പൈസയ്ക്ക് കാര്യമില്ല, എവിടെ ഉണ്ടായിട്ടെന്താ? കുഞ്ഞിക്കാക്ക് പുരയിൽ ആരുമില്ലേ ഇപ്പൊ? 3ാമതിനെ കെട്ടി. കാട്ടുപോത്തിന്റെ സൈസാ. അതിനെ പേടിച്ചപ്പോ തോണി തന്നെ കിടപ്പ്. കാശില്ലാതെ ചെന്നാ കല്ല് റെഡി. മൂപ്പന്റെ പണിക്കാരാ. മൂപ്പൻ കനക തിരഞ്ഞ് വീട്ടിൽ വന്നു, ആരെയും കണ്ടില്ല. ആഫീസിൽ കേറിട്ട് പോവാന്ന് പറഞ്ഞു. ആഫീസോ? ഏത് ആഫീസ്? ജെട്ടിയുടെ അടുത്ത് കുമാരൻ മൂപ്പന് ഇപ്പൊ ആഫീസുണ്ട്. നടന്നോ, ഞാൻ വരാം. കുമാരനെ ഒന്ന് കാണാതെ കിടന്ന ഇന്ന് ഉറക്കം വരികയില്ല. ഓ, കുമാരനല്ല, കുമാരൻ മൂപ്പൻ. ചെല്ലേ. കരുണേട്ടൻ പോണ്ട. പോടാ, അവനെന്നെ മൂക്കി വലിക്കോ? നീ തോണി തന്നെ ഉണ്ടാവണം. ആരെങ്കിലും വന്ന് ചോദിച്ചാ ഞാനാണ് കൊണ്ടുവന്ന് കെട്ടിയെന്ന് പറഞ്ഞത്. തല്ലും പിടിക്കുമ്പോ നീ ഓടിക്കോ. അവന്മാരെ പിന്നെ കണ്ടോളാം. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. കരുണേട്ടന്റെ ആഹാരം. തടി ഏതായാലും മോശമായിട്ടില്ല. ഇരിക്ക്. വന്നൊന്ന് വൈകുന്നേരം ആരോ പറഞ്ഞു. ഇരിക്കുന്നേ. ആളുകൾ ഓരോന്നൊക്കെ പറയും. കഷ്ടിച്ച് കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാവുമ്പോ അസൂയക്കാർ കൂടും. നീ അത് കേട്ട് ചൂടാവരുത്. തോണി അഴിച്ചോണ്ട് പോയെന്ന് പിള്ളേരാരോ വന്ന് പറഞ്ഞു. അടി കേട് വന്നപ്പോ ഞാൻ അഴിച്ചോണ്ട് റിപ്പയർ ചെയ്യിച്ചു. മേൽക്കോടതി പോയിട്ട് കാര്യമില്ല, വെറുതെ കാശ് കളയാണെന്ന് വക്കീല് പറഞ്ഞു. വക്കീൽ ഈ നാട്ടിൽ തന്നെയുള്ള ആളല്ലേ? സംശയം ഉണ്ടെങ്കിൽ കാരണം നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഒരു സംശയമില്ല. ആപ്പീസിൽ വെച്ച് ഞാൻ പതിവില്ല. പിന്നെ നീ വന്ന ദിവസമല്ലേ? വേണ്ട. 6-7 തോണി പോയാല് നഷ്ടം എത്രയാണെന്ന് അറിയോ കരണന്? നഷ്ടം ഇനിയും ഉണ്ടാവും. പോട്ടെ, തെരഞ്ഞു കിട്ടുമ്പോ കിട്ടട്ടെ. ഞാൻ നിന്നെ തിരക്ക് അങ്ങോട്ട് വന്നത് ഇതിനാ. തൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് ഇത് കയ്യിൽ വയ്ക്ക്. വേണ്ട,
നീ എന്താണ് പണ്ട് കാണാത്തവരെ പോലെ? വന്നത് വന്നു, അത് വിട്. നിനക്ക് എന്റെ കൂട്ടത്തിൽ നിൽക്കാം. ഇഷ്ടം പോലെ പണിയുണ്ട്. 19 ആൾക്കാരുണ്ട് നമ്മുടെ പണിക്കാര്. അവരെ കൊണ്ട് നീ പണിയെടുപ്പിച്ചാ മതി. മൂപ്പന് ദയ തോന്നിയല്ലോ, പേരത്ത് നന്ദി. എടാ കുമാര, തോണി ഞാൻ തിരിച്ചെടുത്തു. വേറൊന്നുകൂടെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അത് തിരിച്ചെടുക്കാൻ ഞാൻ എപ്പോഴാണ് വരേണ്ടത്? അവൾ ആകെ കഷ്ടത്തിലായിരുന്നു. തന്തയ്ക്ക് ഏത് നേരവും വെളിവില്ല. അന്വേഷിക്കാൻ ഇടയ്ക്ക് ഞാൻ ചെല്ലുന്നതും പോരുന്നതും കണ്ട് അയലക്കാർക്കിടയിൽ വേണ്ടാത്ത അപവാദങ്ങൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കല്യാണം നടത്താൻ തന്ത എന്റെ കാല് പിടിച്ച് കഞ്ചാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നെ അവളും നിർബന്ധിച്ചു. പെണ്ണുങ്ങളുടെ മനസ്സല്ലേ, എപ്പോ വേണമെങ്കിലും മാറും. എന്റെ തെറ്റല്ല. അവൾക്കും അതാണ് ആഗ്രഹം എന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 3 കൊല്ലം കൂടെ പുറത്ത് ഞാനാ പറയുന്നത്. വലിയ നഷ്ടമൊന്നും നിനക്ക് പറ്റിയിട്ടില്ലെന്ന് വെച്ചോ. നിനക്കൊന്നും വേണ്ടേ? അവളും നിർബന്ധിച്ചു. അവളും നിർബന്ധിച്ചു. എന്നെ കൊല്ലല്ലേ കള്ള കുമാരൻ മൂപ്പൻ. കഴിക്കാൻ വിളമ്പി വെച്ചിട്ട് എത്ര നേരായി? എനിക്കായിട്ടില്ല, നീ കിടന്നോ. അടിയൊഴുക്കുള്ള സമയമാണ്. ശവം ഒന്നും ആലപ്പുഴ കടപ്പുറത്താവും. ലോറി എടുത്ത് വയ്ക്കോ. വല്ല ചാരായ ഷാപ്പിൽ നിന്ന് വർത്തമാനത്തിനിടയ്ക്ക് അധികം തൊള്ളറക്കണ്ട. അവറ്റേക്കും അറിയാലോ. ഓ, പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഫോൺ വിളിക്കാം. ശരി. ഞാൻ പോയി ഒരു ടാക്സി ഓട്ടോറിക്ഷ വിളിച്ചോണ്ടിരാം. നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. ആരാ ഇത് ചെയ്തത്? നമുക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യണം. ജീവൻ കിട്ടിയത് ഭാഗ്യം. ആദ്യം ആശുപത്രിയിലേക്ക്, അവിടുന്ന് പോലീസിന് ഫോൺ ചെയ്യാം. വേണ്ട, ചത്തില്ലല്ലോ, ചാവില്ല. അങ്ങനെ എളുപ്പം ചാവുന്നവനല്ല കരണൻ. നിൽക്കൂ, ഡോക്ടറത്തേക്ക് ഞാനും വരാം. ഞാൻ നടന്നോളാം. ആ കളി കഴിഞ്ഞു. മാറേ, എനിക്കൊന്നുമില്ല. ഈ കളിയിൽ അവരെ തോപ്പിച്ചത് നിങ്ങളാ. മറക്കില്ല. എന്നും ഇവിടെ ഓർമ്മയുണ്ടാവും. എന്താ പേര്? ഗോപി. തടി കൊണ്ടുള്ള എന്ത് സഹായം വേണേലും എന്നെ വിളിച്ചു. തോണിക്കാരൻ കർണൻ എന്ന് പറഞ്ഞാൽ കടവത്ത് എല്ലാവരും അറിയും. മറക്കില്ല മാഷേ. എനിക്ക് വേണ്ടി മാഷൻ ജീവൻ പണയം വെച്ചു. അറിയാം.
മറക്കില്ല. എന്നെ തല്ലിക്കുന്ന കായലെറിയാൻ പോകുന്ന മൂപ്പന്മാര് ഇനി ഉണ്ടാവണം. നീ ആയിട്ടില്ല കുമാര. മൂപ്പന്റെ പുതിയ വീട്ടില് ചിത്രപ്പണി പോരാ. ചോര കൊണ്ട് ചായപ്പണി നടത്താൻ പറ്റിയ നല്ല ചുവര. കരുണ അടുത്ത് തന്നെ തിരിച്ചില്ലാമെന്ന് പറഞ്ഞിട്ടാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ. വിളിച്ചിട്ട് കാര്യമല്ലടി. കാരണം തിരിച്ചു വന്നപ്പോ ഈശ്വരൻ വെണ്ടുരുത്തിപ്പാലം കടന്നുപോയി, അറിയില്ലേ? കായലിൽ ശവം പൊങ്ങുന്നത് കേൾക്കാൻ കാത്തിരിക്കായിരുന്നല്ലേടി നീയും കൊലയാടി മോളെ. ഞങ്ങൾ കുറെ വൈകി. അപ്പൊ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കിടന്നു. ചേട്ടത്തി, ഈ ഏടാകൂടത്തിലേക്ക് നീ എന്തിനു വന്നു? മരിച്ചുപോയ തന്റെ പറഞ്ഞാ മതി. അച്ഛനായിട്ടെന്താ? ആരാ എന്തോന്ന് നോക്കാതെ, കാശും പണവും ചോദിക്കാതെ ഒരു രാജകുമാരൻ വരുന്നെന്നായിരുന്നല്ലോ അച്ഛന്റെ വിചാരം. ഞാൻ വല്ലതിക്കലും വീട്ടുപണി എടുത്തു കഴിഞ്ഞോളാം. അതുവരെ എന്റെ പൊന്നേട്ടത്തി. വന്നിട്ടല്ലേ ഉള്ളൂ, ശരിയാകും. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാകും. ആ, ഇവിടെ നീ ഒരാൾ കൂടി ചെലവിനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമാവും എന്നുള്ള വിചാരമൊന്നും വേണ്ട. ജോലിയായിട്ടിരിക്കണം.